ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെയും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ടൂറാണ്. അപ്പം ഞങ്ങൾ വെറും ഫാമിലി അല്ല കേട്ടോ, ഞങ്ങളുടെ നെയ്ബേഴ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നെയ്ബേഴ്സും കൂടെ ഉണ്ടായത് കൊണ്ട് അപ്പം അവരുടെ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പം ഞങ്ങളിപ്പോൾ അവരുടെ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഫാമിലിയും ഉണ്ട്, ഞങ്ങളുടെ നെയ്ബേഴ്സും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ എത്ര 5 പേരെങ്ങാണ്ട്, അവർ 4 പേര്, മൊത്തത്തിൽ 9 പേരാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലത്ത് പാലരുവി വാട്ടർഫാൾസിലേക്കാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം അവർ കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ പോവാം. പാലരുവി കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ പാലരുവി പോയിട്ടില്ല കേട്ടോ. പാലരുവി എന്തുവാ ഞാൻ പറയാൻ വന്നത്, എന്തുവാ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലമാണ് പാലരുവി. ഞങ്ങൾ ഏറ്റവും അടുത്ത സ്ഥലം നോക്കിയാണ് ചൂസ് ചെയ്തത്. അപ്പം പാലരുവിയാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത സ്ഥലം. അത് കൊല്ലത്തായതുകൊണ്ട് പിന്നെയും നമുക്ക് പോവാം. അപ്പം അത് നോക്കിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലവുമാണ്, അതുമാത്രമല്ല ഞങ്ങൾ പോയിട്ടില്ലാത്ത സ്ഥലവുമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പാലരുവി തന്നെ പോകാമെന്ന് ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ കഥമൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി ഗൈസ്. നമ്മൾ കാറിൽ കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ കാറിൽ കയറി ഞാൻ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അശ്മാത്തി, പിന്നെ ഞങ്ങളുടെ മിറാസുട്ടി, ബാക്കിയെല്ലാം ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. ഗൈസ്, കാറിലെ എണ്ണ തീർന്നു. എണ്ണ മേടിക്കാൻ എല്ലാരും പോയേക്കുവാണ് കേട്ടോ. അപ്പം എന്നെ കണീരെന്നും പറഞ്ഞ് എല്ലാരും എന്തൊക്കെ പറയാൻ. ഗൈസ്, ഞങ്ങളിവിടെ വെയിറ്റിംഗിലാണ്. ഭയങ്കര ചൂട് ഗൈസ്. എന്തൊരു ചൂടാടേ ഇത്. കാറൊന്ന് ഓൺ ചെയ്തായിരുന്നെങ്കിൽ. ഗൈസ്, അപ്പോൾ കാറിൽ എണ്ണയൊക്കെ അടിച്ചു. ഞങ്ങൾ ഇതാ പോവുകയാണ് ഗൈസ്. എന്റെ വീഡിയോ എടുക്കാണ് ഗൈസ്. ഹലോ ഗൈസ്, പുറത്തൊക്കെ കാണിക്കും, പുറത്ത് കാണിക്കും, അങ്ങോട്ടൊക്കെ കാണിക്കും, അങ്ങോട്ടൊക്കെ കാണിക്കും. പക്ഷെ അങ്ങോട്ട് കണ്ണാടി ഇങ്ങനെയൊക്കെ അങ്ങോട്ടേക്കാ. മലയുണ്ട്. പൂവണ്ട റോസ് കളറുള്ള
പഴം ഇട്ട് കൊടുക്കാട്ടെ പിള്ളേരെ. കൊരങ്ങനെ കണ്ടോളൂ. നമ്മൾ കാർ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. വാട്ടർഫാൾ ഗൈസ്. നമ്മൾ വാട്ടർഫാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ കൊരങ്ങന്റെ ദേഹത്തൊരു കുഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു കുഞ്ഞ് ഇത് കാണാൻ പറ്റൂ. ഓ അടിപൊളി. ഓ നല്ല രസമാണ്. ചാടി കയറുന്നതാണോ? ഇഷ്ടം പോലെ കൊരങ്ങന്മാരുണ്ട് ഗൈസ്. മരത്തിലൊക്കെ തൂങ്ങിയിരിക്കുന്നു കണ്ടോ. തൂങ്ങി കയറുന്ന. ഓ അടിപൊളി. ഹലോ. ഓ എന്ത് കാണിക്കുന്നല്ല ഞങ്ങളെ. ഓ അടിപൊളി. നിന്റെ അനിയത്തി അടിപൊളി. കുഞ്ഞിനെടുക്കട്ടെ. കുഞ്ഞിനെ എന്തേ കുഞ്ഞെന്തേ? ഓ ആയിരിക്കുന്നു ഗൈസ്. ഇതാണ് ഗൈസ് കുഞ്ഞ്. ഗൈസ് ഒരു കുഞ്ഞിരിക്കുന്നുണ്ടോ ഗൈസ്? ഓ ആ തള്ളയുടെ ദേഹത്തൊരു കുഞ്ഞ്. പോയേ ഗൈസ്. എന്നെ കളിയാക്കുന്ന അതിന്റെ ഇടയ്ക്ക് കൂടെ വന്ന്. ഓ ഇതൊക്കെ കാണിക്കാം. ഓ തുല്ല് ഒടിഞ്ഞു വീഴുന്നു. ഓ ഞങ്ങളും എടുത്ത മരാണ് ഗൈസ്. അതിന്റെ തോട് അല്ല എന്ത് തൊലിയും പിടിച്ചോണ്ടിരിക്ക. അത് ഗൈസ് നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യും. ഓ അടിപൊളി. ഹായ്. ഓ ഗൈസ് വാട്ടർഫാളിലെ വെള്ളമാണ് ഗൈസ് നിങ്ങൾ ആ കാണുന്ന പോകുന്നുണ്ടോ? അത് വാട്ടർഫാളിലെ വെള്ളമാണ് ഗൈസ്. ഏ കൊരങ്ങന്മാരെ വരൂ തറയുക. ഓ ഒരെണ്ണം ചാടി. ഓ അതിന്റെ മുകളില്. ഓ അടി അങ്ങത്തെ ഉണ്ട് അപ്പി കൊരങ്ങനെ അങ്ങണ്ട്. ഓ അടിപൊളി ഗൈസ്. സൂപ്പർ. ഫാമിലി ടൂറിന് വരാൻ പറ്റിയ സ്ഥലം അല്ലേ? ഓ നോക്കുന്ന അതിന്റെ കുഞ്ഞിരുന്ന്. ഓ മൈ ഗോഡ്. ഓ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കൊരങ്ങന്മാരുണ്ട്. ഓ അപ്പുറത്തെ വാട്ടർഫാളുണ്ട് ഗൈസ്. നമുക്ക് അവിടെ പോയി കുളിക്കണം. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ മാറണം ഇനി ഗൈസ്. ഓ അടിപൊളി. അടിപൊളി. അപ്പൊ ഗൈസ് നമ്മളെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ചായ കുടിക്കാനൊക്കെ കടയിൽ ഇറങ്ങിയായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം അപ്പോഴേക്ക് ഞാൻ കടന്ന് ഉറക്കമായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കുറച്ച് നേരമായി എണ്ണീച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ലേസൊക്കെ മേടിച്ച് തിന്നു ഗൈസ്. ഒത്തിരി തിന്നു. കുർക്കറ ലേസ് മിഠായി ഒക്കെ ഒത്തിരി തിന്നിട്ടാണ് ഗൈസ് ഞങ്ങൾ ഈ ഇരിക്കുന്നത് ഗൈസ്. ഇവിടെയൊക്കെ കവർ ഇവിടെയൊക്കെ കടപ്പും കണ്ടോ ഇതുപോലത്തെ ഒത്തിരി ലേസൊക്കെ ഞങ്ങൾ തിന്നു ഗൈസ്. അപ്പം ഞങ്ങൾ പാലരുവിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. ഓ നല്ല ക്യൂട്ട് കൊരങ്ങന്മാരൊക്കെ ആയിരുന്നു. ഓ അടിപൊളി ഗൈസ്. എനിക്ക് വാട്ടർഫാളിൽ കുളിക്കാൻ ഭയങ്കര ഒരു ത്രില്ലാണ് ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറണം. ഓ മല കുന്ന്
ഗൈസ് തെന്മലയായിട്ടുണ്ട് ഗൈസ്. തെന്മലയുടെ അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു ഗൈസ്. ബോർഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയമൊന്നുമില്ല ഗൈസ്. നോക്കട്ടെ, അത് മതി ഗൈസ്. ഇവിടെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അവർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ അവർ അതിന് മതി. അപ്പം അവരും വീഡിയോ എടുത്തിട്ടുണ്ട് പോകുന്നതിൻ്റെയൊക്കെ. അപ്പം അതിൻ്റെ എഡിറ്റിങ്ങിലാണ്. അതായത് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് കയറ്റും. അപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ എല്ലാം കട്ട് ചെയ്താണ് ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് ഇത് ഫുള്ള് എഡിറ്റ് ചെയ്തിട്ട് ഇടാം. അടിപൊളി. പാലരുവി വാട്ടർഫാൾ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പാലരുവിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ മാറി ഗൈസ്. അപ്പം ഞങ്ങൾ വാട്ടർഫാളിൽ കുളിക്കാൻ ആകാംക്ഷയിലാണ് ഗൈസ്. അല്ലെങ്കിൽ നീ എടു ഗൈസ്. അവൻ വീഡിയോ എടുക്കാണ്. അവനാണ് വീഡിയോ പിടിക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കാം. ബാക്കി കാണുന്ന വലിയ മരമാണ്. നമുക്ക് ഒരു ബസ്സൊക്കെ ഉള്ള KSRTC എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ എല്ലാ KSRTC ഉണ്ട്. ഇവിടുന്ന് ഞങ്ങളിപ്പം വന്നതേ ഉള്ളു. ഒത്തിരി മലയൊക്കെ കണ്ടിട്ടാണ് ഗൈസ് വന്നത്. ദൂരെ പോയില്ലേ? വാട്ടർഫാള് നമ്മൾ പോത്തതേ ഉള്ളത്. ഇപ്പൊ കണ്ടു നമ്മള് വാട്ടർഫാളിൽ പോത്തതേ ഉള്ളതാണ് ഗൈസ് പറയുന്നത്. ഞങ്ങൾ എല്ലാരും ഡ്രസ്സൊക്കെ മാറി. ഇപ്പൊ ഗൈസ് തോർത്തൊക്കെ എടുത്ത് സെറ്റാണ് ഗൈസ് കുളിക്കാൻ. നമുക്ക് പോവാം. വരൂ ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. ഇതാണ് ഗൈസ് മീര. ചാപ്പി ആയറ. നമുക്ക് ഞങ്ങളുടെ വാപ്പിയാണ് ഗൈസ്. ഞങ്ങളുടെ വാപ്പി അതിപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. വണ്ടി റിവേഴ്സ് എടുക്കുന്നത് മൂത്രപ്പുരയാണ് ഗൈസ്. നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നെന്നാണ് പറയുന്നത്. നല്ല വൈബായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഗൈസ്? നമുക്കപ്പോൾ അവിടെ പോകാം. നമ്മൾ ഒത്തിരി നടന്നു. ഞങ്ങളുടെ കാറിലാണ്. നമ്മള് ചോറ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഒരുക്കുകയാണ് ഗൈസ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു? ഞാനും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് ഗൈസ്. നമുക്ക് ഇനി ചോറ് കഴിച്ചിട്ട് അവിടെ പോയി ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നല്ല അടിപൊളി വൈബാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ കളക്ഷൻ ഒത്തിരി ഉണ്ട്. ഒരു ചമട് കാർ കളക്ഷനും ഉണ്ട്. ഇത്തിരി ബസ്സും ഉണ്ട്. ഒരു ചിമട്ട് ബൈക്കും കാറും ബസ്സും ഒക്കെയാണ് ഗൈസ് ഇവിടെ നിറഞ്ഞു കൂടിയിരിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ജനങ്ങൾ ഈ ഇവിടെ കണ്ടോ? നിങ്ങൾ കണ്ടോ ഗൈസ്? ശമ്പളം എങ്ങനെ കയറുകയാണ്. ഇത് കണ്ടോ ഗൈസ്? ഉണ്ട് M4 ഉണ്ട് ഗൈസ്. കിടിലം ബസ് അബി ട്രാവൽസ്. ബെൻസിന്റെ നല്ല കാറ്റാണ്. ബെൻസ് മോഡൽ ബസ്സാണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? ബെൻസിന്റെ ഒരു വലിയ ലോഗോയാണ് ഗൈസ്. നമുക്ക് ഈ ബസ് കണ്ടോ ഗൈസ്? അശോക് ലൈലൻഡിന്റെ ആണ്. അശോക് ലൈലൻഡിന്റെ ആണ് ബസ്. നീലംബാരി
ട്രാവലർസ് ഇത് എക്കോ പാർക്കാണ് ഗൈസ്. എക്കോ പാർക്കാണ്. അതാണ് ടിക്കറ്റ് കൗണ്ടർ. എക്കോ ഷോപ്പ്. എക്കോ പാർക്കാണ് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നടക്കാം. ട്രാവലർ വരുന്നു ഗൈസ്. ഇവിടെ ഭയങ്കര ഒരു കിണ്ണൻ ട്രാവലർ. ബെൻസിന്റെ ട്രാവലറാണ്. അപ്പൊ നമുക്ക് KSRTC ഒക്കെ ഇവിടെ കിടക്കുന്നു. നമുക്ക് നമ്മളെ ടിക്കറ്റ് എടുക്കാൻ കയറുവാണ്. നടന്ന് കഴിയും. ഇവിടുന്ന് ഇവിടെ ഇതെന്തോ സ്റ്റൈല്. ഓടി ഓടി കയറും. കണ്ടോ ഗൈസ്, ഇവിടെ കാണാൻ വണ്ടി വെച്ചാൽ മഴ നനയും, അവിടെ വെച്ചാലും നനയും. ടിക്കറ്റ് കൗണ്ടറാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാം. കാറ്റുണ്ടോ ഗൈസ്? ഭക്ഷണം കഴിക്കാൻ ഫുഡ് കഴിക്കാനാണോ? പാലരുവി നമുക്കപ്പം നടക്കാം. ഉമ്മി വാ. ഞങ്ങളുടെ ഉമ്മയും അവിടെ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉമ്മയ്ക്കും ഒരു അവള് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുള്ള ആശീസ് വ്ളോഗ് എന്നാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ഗൈസ്. എല്ലാം പറ്റുന്നുണ്ട് ഗൈസ്. ഒരു ബട്ടർഫ്ലൈ പറക്കുന്നു. ഇവിടെ ഇരുന്നാണ് ഗൈസ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവിടെ പോയി ടിക്കറ്റ് എടുക്കും കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കും. വെളിച്ചിപ്പോഴാണ് ഗൈസ്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒത്തിരി സ്ഥലങ്ങൾ. ഒത്തിരി സ്ഥലം ഗൈസ്. പറയുന്നത് 4 മണി വരെ ടിക്കറ്റ് എടുക്കത്തോളെന്നാണ്. ഇപ്പം സമയം 3 മണിയായി. 1 മണിക്കൂറും കൂടെ ഉള്ളു. അതിനിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകാം. നമുക്ക് അവർ പറയുന്ന ആദ്യം, ഞങ്ങളുടെ ഉമ്മയൊക്കെ പറയുന്ന ആദ്യം ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് കഴിക്കാമെന്നാണ്. അപ്പം നിങ്ങൾക്ക് വേറൊരു വൈബ് സ്ഥലം മനസ്സിലാവും. എന്താ വൈബ്? നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ ഇത്രയും പേര് കഴിച്ചു തരിയാൻ ഭയങ്കര താമസമാണ് ഗായ്സ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് തന്നെ കഴിക്കാൻ പോവാന്ന്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഗായ്സ്. കൂടെയൊക്കെ കണ്ട അടികളില്ലേ ഗൈസ്? ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ വന്ന കാരണം പെരുന്നാളിന് നമ്മളൊന്നും പോയില്ല. അപ്പം ഞങ്ങള് എല്ലാരും ഇവിടെ ഇവിടെയാണ് ഗൈസ്. നമ്മള് പാലരുവി എക്കോ ടൂറിസം അഡ്മിൻ ഗായ്സ്. ഗായ്സ് ഇവിടെ ഭയങ്കര ജനങ്ങളാണ് കേട്ടോ. കാറിനെക്കാട്ടി കൂടുതൽ ജനങ്ങളാ. ഹായ് മിത. ഹായ് പറയും മിത. ഹായ് ഗായ്സ്. ഗായ്സ് അടിപൊളി. നമ്മൾ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ സെറ്റില്ലേ? ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. ശുദ്ധീകരിച്ച കുടിവെള്ളമാണ് ഗൈസ്. നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം. ഇതായിക്കുന്നു. എടാ ഈ പൈപ്പ് ഒന്ന് ഓണാക്കി. പൈപ്പ് അയ്യോ ഓണാക്കി. അപ്പോൾ ഗൈസ് ശുദ്ധീകരിച്ച വെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കാം. എന്നാൽ നീ ക്യാമറ പിടിച്ച ഗൈസ് ഞാൻ കുടിച്ച് കാണിച്ചത്. അടുത്ത ആളും അത് കണ്ട് കുടിച്ചില്ലേ? ആ ഗ്ലാസ് ഒന്നും ഗൈസ് നമ്മൾ വെള്ളം കുടിച്ചോണ്ടിരിക്കണം. ഇവിടെ CCTV ക്യാമറ ദൃശ്യം ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. ഗൈസ് ഇവിടെ CCTV ക്യാമറ ഉണ്ടെന്നാണ് പറയുന്നത്.
നമുക്ക് ഇത് സ്റ്റിക്കർ മാത്രമേ പറഞ്ഞു തീർന്നില്ല. ക്യാമറ തന്നെയാണ് ഗീസ്. ഹായ്. ക്യാമറ ഇവിടെ ഇന്നാ തെളിയുന്നില്ല ഗീസ്. ഇതാണ് നമ്മുടെ ക്യാമറ. അതായത് ശരിക്കും ഉണ്ടോ ഗീസ്? ക്യാമറയുടെ ഇതുണ്ടായോ? നീ ഇങ്ങോട്ട് വന്നതാ. ക്യാമറയുടെ ഇതുണ്ടായോ? എന്നെ കാണുന്നോ നോക്കിയില്ലേ ക്യാമറയ്ക്കകത്ത്? ഹലോ ഗൈസ്. എന്നെ ക്യാമറ നമുക്ക് വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എല്ലാരും കാണുന്നുണ്ട്. കണ്ട ക്യാമറ എടുത്ത് ഇന്ന് കോസ്റ്റ് കാണിക്കുന്നു. വല്ലാത്തൊരസുഖം തന്നെ. അപ്പം നമുക്ക് ഞങ്ങളുടെ കാർ ആ ഭാഗത്താണ്. ഒരു നീല കാർ കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. നല്ല കാറ്റില് മഴ പെയ്യുന്ന പോലെ ഈ കാറ്റിന്റെ സൗണ്ട് വരുന്ന ഒരു കിണ്ടല് ബസ്. കിണ്ണൻ സ്ഥലം എന്ന് വെച്ചാൽ കിണ്ണൻ സ്ഥലം ഗൈസ്. അടിപൊളിയായിരുന്നു. നല്ല കാറ്റാണ്. ഞങ്ങള് 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്കൂളിലാണ്. IAUPS എന്നാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. അപ്പം ഇവള് 2ാം ക്ലാസ്സിലില്ലേ? ഞങ്ങൾ മുമ്പ് പഠിച്ച സ്കൂളാണ്. പിന്നെ അവിടെ 4 വരെ ഉണ്ടായിരുന്നു. ഇവള് അംഗനവാടി പോലും ചേരുന്നില്ല. മിറാസേ ഹായ് പറ. മിറാസേ ഹായ് പറ. അവിടെ നിർത്തേ മിറാസേ. അങ്ങോട്ട് ഓടിയിട്ട് വാ ഗൈസ്. ഹായ് റോക്കറ്റിനെ പോലെ വരുന്നത് കണ്ടോ നിങ്ങൾ? ഇനി നിങ്ങൾ നിസാമുക്ക ഇതാണ് ഇവരുടെ വാപ്പി. അപ്പം ഗൾഫിലായിരുന്നു. പെരുന്നാളിൻ്റെ കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ വാപ്പി. ശരി ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നു. ഐറ്റംസ് ആണ്. ബാപ്പി കഴിച്ചു തുടങ്ങി. നമ്മൾ കഴിക്കാൻ തുടങ്ങാണ് ഗൈസ്. അടിപൊളി മോര്, ഇറച്ചിക്കറി. ഇതെന്താണ്? കൊഞ്ച് തീയലാണ് ഗൈസ്. കൊഞ്ച് തീയൽ. 2 ഇറച്ചിക്കറി. 2 ഇറച്ചിക്കറിയോ? കൊഞ്ച് തീയലാണ് ഞങ്ങൾ അവിടെ കഴിച്ചത്. പിന്നെ ഇത് ഒരു പൊതിക്കകത്ത് 2 പേർക്ക് കഴിക്കാം. ശരി ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു. കഴിച്ചോളാം. തുടങ്ങി. നമ്മളെ ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കറിയൊക്കെ വെക്കാം. നമ്മളെ കാണാൻ നല്ല രസമാണ് ഗൈസ്. മിറാസേ ഇങ്ങനെ കാണിച്ചേ. മിറാസേ ഇങ്ങനെ കാണിച്ചേ. ഇങ്ങനെ കാണിച്ചേ. വേണ്ട ഗൈസ്, കാണിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. മിറാസേ പൊടി എന്താ മിറാസേ പൊടിന്ന് പറഞ്ഞേ? എന്നോട് പറഞ്ഞേ. ഗൈസ്, ഇതാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങാണ് കേട്ടോ. കഴിച്ചിട്ട് വരാം. അപ്പം ഇതാണ്ട ഉമ്മയും ഇവൻ്റെ ഉമ്മയും വാപ്പിയും മിതായും അങ്ങനെ പലരും പല രീതിയിലാണ്. ഇത് പച്ച കളർ എന്താന്ന് വെച്ചാൽ മുകളിലത്തെ ഷീറ്റിന്റെ പച്ച കളറാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിനി ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളെല്ലാരും ചോറൊക്കെ കഴിച്ചു ഗൈസ്. അപ്പം നമുക്കിനി 2 ബസ് വിട്ടില്ലേ? 2 ബസ് എങ്ങാണ്ട് പോയി ഗൈസ്. 2 ബസ്
അപ്പോൾ ഗൈസ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാർജ് ഇല്ല കേട്ടോ. ഓഫ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. 2 ബസ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയി ഗൈസ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ബസ് കയറാൻ പോവുകയാണ്. എനിക്കാണോ വിൻഡോ സീറ്റ്? ഇവിടെ ഇരിക്കാം. ഗായ്സ് എനിക്ക് വിൻഡോ സീറ്റിന് വേണ്ടി ഞാൻ പിടിച്ചു ഗായ്സ്. ഓ അടിപൊളി ഗായ്സ്. നമ്മളെ ബസ് കയറി. എനിക്കും വിൻഡോ സീറ്റ്. അപ്പൊ ഗായ്സ് നമ്മുടെ ബസ് എടുത്ത് നല്ല കാറ്റ്. ഗൈസ് ഈ കാണുന്ന വെള്ളത്തിലാണ് ഗൈസ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ആ വാട്ടർഫാളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഓ അടിപൊളി. ട്രെക്കിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. റിസോർട്ട് ആ ഗൈസ് അവിടെ റിസോർട്ട് ഗൈസ്. അവിടെ റിസോർട്ട് റിസോർട്ട് ഗൈസ്. അവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. കാട്ടിൻ്റെ ഇടയിൽ റിസോർട്ട് ഉള്ള ഓ അടിപൊളി. ഗായ്സ് അടിപൊളിയാണ് ഗായ്സ്. നിങ്ങൾ മസ്റ്റായിട്ട് ഫാമിലി ട്രിപ്പിന് ഇവിടെ തന്നെ വരണം ഗായ്സ്. ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമാണ് ഗായ്സ്. കാരണം അത്രയ്ക്ക് അടിപൊളി പ്ലേസ് ആണ് ഗായ്സ് ഇത്. ഓ ആ വെള്ളച്ചാട്ടം ഗായ്സ്. നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ? ഓ അടിപൊളി ഗായ്സ്. ഗായ്സ് അവിടെ ആനയുണ്ടെന്നൊക്കെ എഴുതി വെച്ചു ഗായ്സ് ഒരു ബോർഡില്. ഓ ഇവിടെ പുലി ഉണ്ടെന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡില് ഗായ്സ്. ഇവിടെ പുലിയും ആനയും എല്ലാം ഉണ്ട് ഗായ്സ്. ഇല്ലാത്ത ഒന്നുമില്ല ഗായ്സ്. അടിപൊളിയാണ് ഗായ്സ്. മസ്റ്റ് ട്രൈ. ഗൈസ് അടുത്ത ബസ് അങ്ങോട്ട് പോയി കേട്ടോ. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൊതിയാണ് ഗൈസ് അവിടെ പോകാൻ. ത്രില്ലിലാണ് ഗൈസ്. ഓ അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ വാട്ടർഫാളിലെ വെള്ളമാണ് കേട്ടോ. നമുക്കവിടെ അരമണിക്കൂർ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ 4 മണി വരെ ഉള്ളൂ. ഇപ്പം സമയം 3:47 കേട്ടോ. 4 മണി വരെ ഉള്ളൂ. അപ്പം നല്ല അടിപൊളിയാണ് ഗായ്സ്. നല്ല അടിപൊളി കാറ്റും വ്യൂവും വൈബും ഒക്കെ അടിപൊളിയാണ് ഗായ്സ്. ഇവിടെ കരടിയുണ്ട്. ഞങ്ങൾ ഒരെണ്ണത്തിനെ കണ്ടു കേട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഓ ഗായ്സ് വെള്ളച്ചാട്ടം. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗായ്സ് കരടി ഉള്ളപ്പം. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കേട്ടോ ഗൈസ്. നമ്മളിനി പാലരുവിയിലേക്ക് 14 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ അടിപൊളി ഗൈസ്. അവിടെ ബോർഡ് വെച്ചിരുന്നു കേട്ടോ 14 കിലോമീറ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കിൽ ഭയങ്കര ബഹളമാണ് ഗൈസ്. ബാക്കിലെ സൗണ്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഓ വാട്ടർഫാൾ. ഓ അതൊക്കെ വാട്ടർഫാളാണ് ഗൈസ്. ആ വെള്ള കളറിന്
ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം ഗൈസ്. ഗൈസ് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഗൈസ്. ഭയങ്കര മഴ ഗൈസ് ഇവിടെ. അടിപൊളി. മസ്റ്റ് ട്രീ എന്ന് പറയും. കൊരങ്ങൻ ഗൈസ്. കൊരങ്ങനോ കുരങ്ങന്റെ കുട്ടി. അതുകൊണ്ട് കുരങ്ങന്റെ കുട്ടി ഗൈസ്. അടിപൊളി. നല്ല മരയൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളി വൈബ്. എന്താണ് വാവ്, നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ആനയുണ്ട്. ആനയുണ്ടോ അവിടെ? അവിടെ പുലിയും കരടിയും എല്ലാം ഉണ്ടെന്നൊക്കെ എഴുതി വെച്ച്. നിങ്ങളാ കാണുന്നല്ല വാട്ടർഫാൾസ് ആണ് ഗൈസ്. അടിപൊളി അടിപൊളി വൈബാ. മസ്റ്റ് ട്രൈ. മൈ ഗോഡ്, അടിപൊളി ഗൈസ്. ഒന്നും പറയാനില്ലല്ലേ. ഗൈസ് ഞങ്ങൾക്കിന്ന് മദ്രസ ഉണ്ടായിരുന്നു. മദ്രസയിൽ പോകാതിരിക്കുകയാണ് ഗൈസ് ഞങ്ങള്. നമുക്കപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. രക്ഷയില്ല ഗൈസ്. അടിപൊളി വൈബെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വേണം ഗൈസ്. ഭയങ്കര മഴയാണ് ഗൈസ് ഇവിടെ. അടിപൊളി ഗൈസ്. അവിടെ നമുക്ക് ഇന്ന് കുളിക്കണം. ഡ്രസ്സിംഗ് റൂം അതാണ്. ഉമ്മേ ഡ്രസ്സിംഗ് റൂം ഉണ്ട് ഗൈസ്. ലേഡീസിനുള്ള ഡ്രസ്സിംഗ് റൂമാ. ഉമ്മേ അവിടെ ഡ്രസ്സിംഗ് റൂം. ഇതിനകത്താ തമാശയോട് കേട്ടോ. ആ കിണറ്റിൻ്റെ അകത്താണ് ഡ്രസ്സിംഗ് റൂം. പൊട്ടി വീഴുന്നു. വീഡിയോയിലൊന്നും ക്ലിയർ ആവുന്നില്ല. എന്റെ അമ്മേ, ഇതെന്തോ ഇത്? ആകാശത്തുനിന്ന് വെള്ളം വരുന്നൊക്കെ. അമ്മേ ശരിയാണ് ഗൈസ്, പറഞ്ഞത് കറക്റ്റ് ആട്ടോ. അങ്ങന്നാണ് വെള്ളം വരുന്നത്. ഇതുപോലെ ആകാശത്തൊന്നും അല്ല. അമ്മേ സെറ്റ്. ഇത് മഴ പെയ്യുന്ന വെള്ളമല്ല ഗൈസ്. എനിക്ക് അവിടുന്ന് പൊട്ടി വീഴുന്ന വെള്ളമാ. ഞങ്ങളൊറ്റയ്ക്കാക്കിയിട്ട് പോന്ന് നോക്കൂ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ പിന്നെയും കാറിൽ കയറി വാട്ടർഫാളിൽ പോയി കുളിച്ച് ഭയങ്കരമായിട്ട് കിടുങ്ങുന്ന ഗൈസ്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തണുപ്പും. ഞാൻ കിടുങ്ങി വിറക്കുകയാണ് ഗൈസ്. ഡ്രസ്സൊക്കെ മാറി ഞാൻ പിന്നെ ഞാൻ ബസ് കയറി കടന്ന് കിടുങ്ങ. വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. കുളിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല കാരണം അപ്പോഴത്തേക്ക് മഴയും പെയ്ത് ഫോൺ മൊത്തത്തിൽ സ്റ്റക്കായി. സ്റ്റക്കായപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഫോണിൻ്റെ നമ്മുടെ ഇവിടെ ഇല്ലേ അതിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറി സ്റ്റക്കായി ഗൈസ്. അപ്പം ഗൈസ് നമ്മുടെ കാർ എടുത്തു. ഒരു ദിവസം 10 സബ്സ്ക്രൈബ് കിട്ടണം. 2 മില്യൺ 1 മില്യൺ. ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ക്ലിക്ക് ആയാൽ മതി. അതുമാണ് സ്വിച്ച് ഓഫ് ആയത്. നമ്മുടെ ഇതിനകത്ത് കുത്തിടാൻ ചാർജാൻ പറ്റത്തില്ല. അവിടെ
മിറാസ് ഫ്രണ്ടിൽ പോണി തൂക്കുപാലം കണ്ടോ നിങ്ങൾ? ഓ അടിപൊളി. അത് ഈ ആര്യസിലൊക്കെ ഭയങ്കര കഴിക്കണം കുടിക്കണം. വെജിറ്റബിൾ പ്യൂർ വെജ് ഹോട്ടല്. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അവിടെ പോയ വാട്ടർഫാളിൽ പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം അപ്പോഴത്തേക്കും എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയി. ചിലവരുടെ ഫോണൊക്കെ സ്റ്റക്കായി, എടുക്കാനേ പറ്റിയില്ല. ഉമ്മയുടെ ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു അവിടെ പോയ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ക്ഷമിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തെന്മല ഡാം കാണാൻ പോയിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ആയി. സ്റ്റക്കായ ഫോണൊക്കെ അത് ഓണായിരുന്നു. അപ്പോഴത്തേക്ക് അത് സ്വിച്ച് ഓഫ് ആയിപ്പോയി. എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. തെന്മല ഡാം നല്ല അടിപൊളി വ്യൂവും അടിപൊളി വൈബുമായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എല്ലാവർക്കും സോറി. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് പനിയും പിടിച്ച് ഗൈസ്. അതുകൊണ്ടൊക്കെ ആയിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തണുപ്പും മഴയും ഒക്കെ ആയിരുന്നു. ഒന്നും നല്ല ക്ലിയർ ആയിട്ട് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എല്ലാവർക്കും വെരി വെരി സോറി. ഉമ്മയുടെ ഫോണിൽ ഇപ്പോൾ ചാർജില്ല. ഇപ്പോൾ കുത്തിയിട്ടുകൊണ്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം എല്ലാവരും ക്ഷമിക്കുക. ഇനി അടുത്ത വട്ടവും കൊണ്ട് ഇനിയും നമ്മൾ ഫാമിലി ടൂറിന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇൻഷാ അല്ലാഹ് ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ടാറ്റാ ബൈ.